കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മമ്രയുടെ തോപ്പിലിറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മമ്രയുടെ തോപ്പിലിറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിന് ആരാധന. മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന. മോറിയാ മലയിൽ നിറഞ്ഞു നിന്ന ഇസഹാക്കിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിന് ആരാധന. കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. കാരാഗൃഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. മിസ്രൈം എന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന. മിസ്രൈം എന്ന ദേശത്ത് മുഴങ്ങി നിന്ന മോശയുടെ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നിയയച്ച ഏലിയാവിൻ ദൈവത്തിന് ആരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദാനിയേലിൻ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടലിൽ
യോനാ പ്രവാചകൻ്റെ പ്രാർത്ഥന കേട്ട് യോനാ പ്രവാചകനോട് കനിഞ്ഞതായ ദൈവസ്നേഹം ഇപ്പോൾ എന്നോട് കനിയണമേ. കടലതിൽ യൗനാന് എന്ന പോലെ കനിയുക ദാസന്മാരിൽ എന്നും. കർത്താവേ, നിൻ്റെ ദാസീദാസന്മാരാകുന്ന ഞങ്ങളിൽ എന്നും നീ കനിയണമേ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യോനാ പ്രവാചകൻ കടലിൻ്റെ അടിത്തട്ടിൽ, കടലിൻ്റെ ആഴത്തിൽ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ട ദൈവമേ, കടൽ അതിൽ യൗനാന് എന്ന പോലെ ഈ ദാസന്മാരായി ഞങ്ങളിൽ നീ കനിയണമേ. നിനുവയിലെ ജനം അവർ നിലവിളിച്ചപ്പോൾ അവരോടുണ്ടായിരുന്ന ദൈവകോപം അവരുടെ നിലവിളിയുടെയും അനുതാപത്തിൻ്റെയും വിവശത കണ്ട് മോചിച്ചു കൊടുത്ത് അവർക്ക് വരുമെന്ന് കൽപ്പിച്ചതായ അനർത്ഥം വരുത്താതെ അവരെ രക്ഷിച്ച ദൈവമേ, ഞങ്ങളെയും രക്ഷിക്കണമേ. നിനുവയരോടുണ്ടായ കോപം അവരുടെ നിലവിളിയാൽ നീ നീക്കിയല്ലോ. കർത്താവേ, നിനവേയിലെ ജനത്തോട് നിനക്കുണ്ടായിരുന്ന കോപം, അവരുടെ പാപം മൂലം നിനക്ക് അവരോടുണ്ടായിരുന്ന കോപം അവർ നിലവിളിച്ചപ്പോൾ നീ നീക്കിയല്ലോ. കർത്താവേ, എൻ്റെയും മേൽ നിൻ്റെ കരുണ ചൊരിയണമേ. നിനവേയിലെ ജനത്തിൻ്റെ അനുതാപ പ്രാർത്ഥനയും കടലിൻ്റെ ആഴത്തിൽ യോനാ പ്രവാചകൻ്റെ പ്രാർത്ഥനയും കേട്ട സ്നേഹനിധിയായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ എന്നോട് മനസ്സലിഞ്ഞ് എനിക്ക് നിൻ്റെ കരുണ നൽകണമേ, നിൻ്റെ അനുഗ്രഹം നൽകണമേ. യോനാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാം, യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിൻ്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. യോനാ പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽ ഒന്നാമത് കാണുന്നതായ പ്രത്യേകത, ആ അനുതാപത്തിൻ്റെ ആഴം എത്ര കണ്ടുണ്ട് എന്നറിയുവാൻ തക്കവണ്ണം നമുക്ക് ലഭിക്കുന്നതായ പ്രത്യേകത. യോനാ പ്രവാചകൻ പറയുകയാണ്, എൻ്റെ കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച് നിലവിളിക്കുകയാണ്, പ്രാർത്ഥിച്ച് ഞാൻ നിലവിളിക്കുന്നു. യോനാ പ്രവാചകൻ്റെ അനുതാപത്തിൻ്റെ പ്രത്യേകത ഒന്ന്, പ്രാർത്ഥന, നിലവിളിയോടുകൂടിയുള്ള പ്രാർത്ഥന, അനുതാപത്തിൻ്റെ പ്രാർത്ഥന, പ്രയർഫുൾനെസ്, പ്രാർത്ഥനാ ജീവിതം. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു കരയേറ്റം കിട്ടണമെങ്കിൽ നിങ്ങൾ ഉള്ളു തകർന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹന്ന പ്രാർത്ഥിച്ചു. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ അപേക്ഷ ദൈവം കേട്ടു. ഹന്നായുടെ അപേക്ഷ കേട്ട് ദൈവം അവൾക്ക് ശമൂവേൽ ബാലനെ നൽകി. ശമൂവേൽ ബാലനെ നൽകി. ഹന്ന പിന്നീട് പറഞ്ഞു, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങുകയാണ്, ഏങ്ങലടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് വാങ്ങുകയാണ്, വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങുകയാണ്. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങണം. പ്രിയപ്പെട്ടവരെ, പാപമോചനം ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങണം. പാപക്ഷമ ദൈവത്തോട് ചോദിച്ച് വാങ്ങണം. പാപത്തിൽ നിങ്ങൾക്ക് ഹൃദയം പൊട്ടി കരയുവാനുള്ള അനുതാപ വിവശത നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. കർത്താവേ, നീ എനിക്ക് അനുതാപം തരണമേ, നീ എനിക്ക് കുറ്റബോധം തരണമേ, നീ എനിക്ക് പാപബോധം തരണമേ. എൻ്റെ നാഥ, നീ എനിക്ക് തകർന്ന ഹൃദയം തരണമേ. പാപബോധം ചോദിച്ചു വാങ്ങണം. നമ്മുടെ സ്വഭാവത്തിലുള്ള ചില മാലിന്യങ്ങൾ നാം തന്നെ തിരിച്ചറിഞ്ഞ് ഒന്നൊന്നായി പെറുക്കിയെടുത്ത് ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഓരോന്നും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ വെച്ച് കരുണയ്ക്ക് വേണ്ടി നാം യാചിക്കണം. കർത്താവേ, ഈ പാപം എന്നെ ബന്ധിച്ചിരിക്കുന്നു. ഈ പാപത്തിൻ്റെ ദുഷിച്ച വ്യാപാര ശക്തിയും വശീകരണ ശക്തിയും എന്നെ കീഴടക്കിയിരിക്കുന്നു. ഈ പാപം എന്നെ കെട്ടിയിട്ടിരിക്കുന്നു.
കർത്താവേ, എൻ്റെ കോപത്തിന് ഞാൻ വശമതനായി പോകുന്നു. വൈരാഗ്യം എന്നിൽ നിന്ന് പോകുന്നില്ല. അശുദ്ധ വികാരങ്ങൾ എന്നിൽ നിന്ന് മാറുന്നില്ല. മ്ലേച്ഛതയ്ക്ക് വേണ്ടിയുള്ള കൊതിയും മോഹവും എന്നിൽ നിന്ന് മാറിപ്പോകുന്നില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാമോ അസ്വസ്ഥതകൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതോ ചില ശൂന്യതകൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്തോ ചില അസ്വസ്ഥതകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ നാഥ, നീ എന്നോട് മനസ്സലിയണം. കർത്താവേ, എന്നെ ഈ പാപത്തിൻ്റെ ബന്ധനത്തിൽ നീ വിടുവിക്കണം. തകർന്നു കരഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രയർഫുൾനെസ്, പ്രാർത്ഥനാ ജീവിതം. ഒന്നാമത്തേത് യോന പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽ കാണുന്ന പ്രത്യേകത, യോന ഉള്ളഴിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിലെത്തി. അതുകൊണ്ടാണ് യോന പറയുന്നത്, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. മരിച്ചുപോയി എന്നാണ് ഞാൻ വിചാരിച്ചത്, തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. കടലിൻ്റെ ഓളങ്ങളുടെ മീതെ എന്നെ എടുത്തിട്ടപ്പോൾ, ആ കപ്പലിൽ നിന്ന് എന്നെ എറിഞ്ഞ് കടലോളങ്ങളുടെ മീതെ ഞാൻ വീണപ്പോൾ എൻ്റെ ആയുസ് തീരുകയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ദൈവമേ എന്ന് ഞാനൊന്ന് വിളിച്ചു. എൻ്റെ കഷ്ടനിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ ദൈവത്തോട് അയ്യം വിളിച്ചു. പാതാളത്തിൻ്റെ വയറ്റിൽ, പാതാളത്തിൻ്റെ ഗഹ്വരത്തിൽ, പാതാളത്തിൻ്റെ ഗുഹയിൽ ഞാൻ പ്രവേശിച്ചു പോയിരുന്നു. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു. പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് ഞാൻ അയ്യം വിളിച്ചു. ദൈവമേ, നീ എൻ്റെ നിലവിളി കേട്ടു. സ്നേഹിതരെ, എവിടെ നിന്ന് നിലവിളിച്ചാലും നിലവിളി ദൈവം കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നാം കൂടെ പറയുന്ന വാക്യം മറക്കരുത്. അധരങ്ങളുടെ യാചന നിഷേധിക്കാത്തൊരു ദൈവമുണ്ട്. നാം നിലവിളിക്കുമ്പോൾ, നാം കരഞ്ഞ് തകർന്ന് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീര് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയം തകർന്ന് നിലവിളിക്കുമ്പോൾ, മനം നൊന്ത് പ്രാർത്ഥന ചെയ്യുമ്പോൾ അരികത്ത് ഓടിയണയുന്ന ഒരു ദൈവമുണ്ട്. യോന പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിൻ്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. യഥാർത്ഥമായ സുബോധമാണത്. ഇപ്പോൾ എനിക്ക് ദൈവവുമായി ബന്ധമില്ല. ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ട്, അവൻ എൻ്റെ ആയുസ് നീട്ടി തന്നു, ശരി. പക്ഷേ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ചിലർ രോഗങ്ങൾ വരുമ്പോൾ ദൈവത്തോട് അപേക്ഷിക്കും. പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷ പാസ്സാകാൻ ദൈവത്തോട് അപേക്ഷിക്കും. ഒരു ജോലി കിട്ടാൻ നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കും. എൻ്റെ കർത്താവേ, ഈ കാര്യത്തിൽ നീ ഒന്ന് കരം നീട്ടണമേ, എൻ്റെ കാര്യത്തിൽ നീ ഒന്ന് ഇടപെടണമേ. നാം പ്രാർത്ഥിക്കും, ശരിയാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. എന്നാൽ അത് കഴിഞ്ഞു. നമുക്ക് ദൈവം പ്രാർത്ഥന കേട്ടു, പരീക്ഷ പാസ്സാക്കി തന്നു, ജോലി തന്നു, വിവാഹം തന്നു, മക്കളെ തന്നു, വീട് തന്നു, സൗകര്യങ്ങൾ തന്നു, വരുമാനം തന്നു. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധം വരണമെന്നില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം വരിക, അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ദൈവത്തോടുള്ള ബന്ധം, കർത്താവുമായിട്ടൊരു ആത്മബന്ധം, അകത്തൊരു ബന്ധം, അത് അന്തരാളത്തിലുള്ളൊരു ബന്ധമാണ്. ആത്മാവിൻ്റെ ആഴങ്ങളിലുള്ളൊരു ബന്ധമാണ് ദൈവത്തോടുള്ളതായ ബന്ധം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ദാഹിക്കണം. എൻ്റെ കർത്താവേ, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്കൊരിക്കലും നീക്കം വരരുതേ. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മാറിപ്പോകാൻ ഇടവരരുതേ. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന്, നിൻ്റെ കൺമുമ്പിൽ നിന്ന് ഞാൻ വിട്ടുപോകാൻ ഇടവരരുതേ. എപ്പോഴും നീ എന്നെ നോക്കിക്കൊണ്ടിരിക്കണമേ. നിനക്ക് എൻ്റെ നേരെ നോക്കാൻ വയ്യാത്ത വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ അന്ധകാരശക്തി വ്യാപരിക്കരുതേ. ദൈവത്തിന് നമ്മെ നോക്കാൻ പറ്റാത്ത വിധത്തിൽ അന്ധകാരശക്തി നമ്മിൽ വ്യാപരിച്ചു എന്ന് വരാം. ദൈവത്തിന് നമ്മുടെ നേരെ തിരിയാൻ പറ്റാത്ത വിധത്തിൽ, ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ പറ്റാത്ത വിധത്തിൽ പാപം നമ്മിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ളതായ പാപമോ, പാപം മൂലം പൈശാചികൻ്റെ ബാധയോ നമ്മിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒക്കുകയില്ല. നീതിമാനായ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനും നമ്മെ രക്ഷിപ്പാനും കരം നീട്ടാൻ തുടങ്ങുമ്പോൾ അപ്പോൾ പിശാച് തടയും. പിശാചിന് തടയാൻ പറ്റും. എന്തുകൊണ്ട്? പിശാച് പറയും, ഇവൻ എനിക്കുള്ളവനാണ്, ഇവൾ എൻ്റെ വകയാണ്, ഇന്ന കാര്യത്തിൽ ഇവൾ എനിക്ക് അവകാശം തന്നിരിക്കുകയാണ്, ഇന്ന കാര്യത്തിൽ ഇവൻ എനിക്ക് അവകാശം തന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇവൻ എൻ്റെ വകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് വാദിക്കും. ദൈവം വേദനയോടെ മാറി നിൽക്കും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, 59-ാം അധ്യായം
1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ ദൈവം കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നമ്മുടെ പാപം മൂലം ദൈവത്തിൻ്റെ മുഖം നമ്മിൽ നിന്ന് മറഞ്ഞു പോകുന്നു. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ പാപങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അതുകൊണ്ടാണ് പൂർവികരായ വിശുദ്ധ പിതാക്കന്മാർ പീഡാനുഭവവാരത്തിലെ കൗമാ നമസ്കാരത്തിൽ ചൊല്ലുന്നത്, മേലുള്ള ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ കർത്താവേ, നിൻ സിംഹാസനത്തിൻ്റെ തിരുമുൻപാകെ എൻ്റെ പ്രാർത്ഥന അണയുമാറാകണമേ. മേലാം ഊർസ്ലേം വാതിലുകൾക്കുള്ളിൽ നിൻ സിംഹാസനം അണയണം. ഈ പ്രാർത്ഥന മിശിഹാ തമ്പുരാനെ, മിശിഹ നിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ പ്രാർത്ഥന എത്തണമേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാ പ്രാർത്ഥനയും അങ്ങോട്ട് എത്തുകയില്ല. ഇടയ്ക്ക് വിലങ്ങി തടുത്ത് പിശാച് നിൽക്കുന്നു. പ്രാർത്ഥന അങ്ങോട്ട് ഉയരുമ്പോൾ പൈശാചിക ശക്തി തടുത്ത് നിൽക്കുകയാണ്. പിശാച് തടുക്കുന്നു. എന്തുകൊണ്ട് തടുക്കുന്നു? പാപം നമ്മിലുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയും, നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല എന്ന്. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. 1-ാം അധ്യായം 1-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 14-ാം വാക്യം മുതൽ കാണാം. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യം, ഞാനവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നിങ്ങളെ കഴുകിവെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പറഞ്ഞത്? തിരുവചനം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടോ? പാപത്തിന് സ്വാധീനമുണ്ടോ? പിശാചിന് അവകാശം പറയാനുള്ള വകയുണ്ടോ? എങ്കിൽ ദൈവത്തിൻ്റെ മുഖം മറഞ്ഞു പോകും. യോനാ പ്രവാചകന് മനസ്സിലായി, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീക്കം വന്നു പോയി എന്ന് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം അഡ്മിറ്റൻസ്, സമ്മതിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നു എന്ന് അംഗീകരിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഏതാണ്ട് ശരിയായി എന്നല്ല, ഞാൻ ദൈവത്തെ ഭജിക്കുന്നവനാണെന്നല്ല. 1-ാം അധ്യായത്തിൽ ഞാൻ എബ്രായനെന്ന് അഭിമാനത്തോടെ പറഞ്ഞ യോനാ പ്രവാചകൻ ഇപ്പോൾ തന്നെത്താനിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ദൈവമേ, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ പാപം നമ്മിൽ സ്വാധീനം വരുത്തി നാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ? കൃപയുടെ കരം നമ്മുടെ മീതെ നിന്ന് മാറിപ്പോകുന്നുണ്ടോ? ഒരു കരം നമ്മെ തടുത്ത് നിൽക്കുകയാണ്. അതാണ് ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത്. പ്രാർത്ഥന കഴിക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലുന്നില്ല. എന്തുകൊണ്ടാണ് പാപത്തിന് മേൽ ജയം കിട്ടാത്തത്? പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കുന്നില്ല, ഹൃദയം കൊണ്ട് ഉപേക്ഷിക്കുന്നില്ല. ഞാൻ പാപത്തെ വെറുക്കുന്നത് പറയുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് പാപത്തിന് മേൽ ജയം കിട്ടുന്നില്ല? എന്തുകൊണ്ട് വാശി മാറുന്നില്ല? എന്തുകൊണ്ട് പിന്നെയും കൂട്ടായ്മയിൽ വരുന്നുവെങ്കിലും അമ്മയമ്മയും മരുമകളും തമ്മിൽ പിന്നെയും ഇഷ്ടക്കുറവും മുഷിച്ചിലും വളരുന്നു? എന്തുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമുണ്ടായിക്കൊണ്ടിരിക്കുന്നു? ഇന്നും ഒരു മനസ്സ് വരുന്നില്ല. ഇന്നും ചില അസംതൃപ്തികൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഹൃദയത്തിലുണ്ട്. എനിക്ക് ചേരാത്തവളാണ്, എനിക്ക് പോരാത്തവളാണ് ഇവളെന്ന് ഭാര്യയെക്കുറിച്ച് ഭർത്താവിനൊരു തുച്ഛീകരണം കിടക്കുന്നു, ഒരു ബിലിറ്റിൽമെൻറ്റ് കിടക്കുന്നു. ഭർത്താവിനെക്കുറിച്ച് എനിക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാകേണ്ടി വന്നല്ലോ, സൗന്ദര്യമില്ല, ആരോഗ്യമില്ല, വിദ്യാഭ്യാസമില്ല, പഠിപ്പില്ല, അല്ല ജോലിയില്ല, വരുമാനമില്ല, ചേർച്ച വരുന്നില്ല, അതുകൊണ്ട് പ്രാർത്ഥനകൾ കഴിക്കുന്നുണ്ട്, പക്ഷേ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന പൊങ്ങുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രവാചകനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥന കഴിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉത്തരവിടാൻ പറ്റുന്നില്ല. യെശയ്യാവ് വീണ്ടും വീണ്ടും ആവർത്തിച്ചത് പറയുന്നത് നമുക്ക് ഇനിയും തുടർന്നുള്ള വാക്യങ്ങൾ കേൾക്കാം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം അംഗീകരിക്കുന്നുണ്ടോ? കർത്താവേ, എനിക്ക് നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീക്കം വന്നിരിക്കുകയാണ്, എനിക്ക് നിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ അർഹതയില്ലാതിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ സ്ഥിതിയിൽ മരിച്ചുപോയാൽ ഞാൻ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം. പറയാൻ വിഷമമാണ്, അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. ഇന്നിന്ന നന്മകൾ എനിക്കില്ലേ എന്ന് ന്യായീകരണങ്ങൾ വരികയാണ്, ന്യായീകരണ ചിന്തകൾ. എനിക്ക് ഇന്ന വിധത്തിൽ സമർപ്പണമുണ്ടല്ലോ, എനിക്ക് ഇന്ന വിധത്തിൽ തീരുമാനമുണ്ടല്ലോ, ഇന്നിന്ന നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ.
ഞാൻ സാക്ഷി പറയുന്നുണ്ട്, ഞാൻ പ്രസംഗം പറയുന്നുണ്ട്, ഞാൻ സുവിശേഷ വേലയിൽ സഹായിക്കുന്നുണ്ട്, ഞാൻ വരുമാനത്തിൽ 10% കൊടുക്കുന്നുണ്ട്, എൻ്റെ കർത്താവെ ഞാൻ ഉറക്കളയ്ക്കുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ബന്ധപ്പെടുന്നുണ്ട്, കർത്താവിൻ്റെ മക്കളെ എനിക്ക് ആദരവും സ്നേഹവും ബഹുമാനവുമാണ്. പക്ഷേ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പല പല നല്ല കാര്യങ്ങൾ, മനോഗുണ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, പലതും നിങ്ങൾക്ക് ന്യായീകരണങ്ങൾ കിടക്കുന്നു. ഞാൻ ഇത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വേദപുസ്തകം ഇത്ര പ്രാവശ്യം മുഴുവനും വായിച്ചു തീർത്തതാണ്, എനിക്ക് വേദവാക്യങ്ങൾ കാണാതറിയാം, നമുക്ക് പല ന്യായീകരണങ്ങളുണ്ട്. എന്നാൽ മകനെ, നിൻ്റെ ജീവിതത്തിലെ പാപം എങ്ങനെ ഇരിക്കുന്നു? നിൻ്റെ സ്വഭാവം മാറിയോ? നിൻ്റെ പ്രകൃതത്തിൽ മാറ്റം വന്നോ? നിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നതായി നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ? അല്ല, നിന്നെ എപ്പോഴും കാണുന്നവർക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെ ഭാര്യയ്ക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെ മക്കൾക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെ ഭർത്താവിന് തോന്നുന്നുണ്ടോ? നിൻ്റെ അമ്മായിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? നിൻ്റെ മരുമകൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, ഈ ദേഹത്തിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഇതുവരെ കണ്ട ആളല്ല. പറയാൻ പറ്റുമോ? ഇല്ല പ്രിയരെ, പലർക്കും ജീവിതത്തിൽ സാക്ഷ്യമില്ല. കൂട്ടായ്മയിൽ വരുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്. നിങ്ങൾ ദയവായി എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് പലർക്കും ജീവിതത്തിൽ സാക്ഷ്യമില്ല, ജീവിതത്തിൽ അനുഭവമില്ല. അനുഭവമില്ലാത്തത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിലും പ്രാർത്ഥന ദിവസത്തിലേക്ക് ഉയരുന്നില്ല. ഏതാനും ചുവടുകൾ മാത്രം പൊങ്ങിയിട്ട് പ്രാർത്ഥന അവിടെ മേഘം പോലെ തടുത്ത് നിൽക്കുകയാണ്, അങ്ങോട്ട് പൊങ്ങുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെ മേഘം പോലെ തടുത്ത് നിൽക്കുന്നു. ഈ പ്രാർത്ഥന അങ്ങോട്ട് ദൈവസന്നിധിയിലേക്ക് സൂന്തവും പോലെ ഉയർന്നുയർന്നു പോകണം. എൻ്റെ കർത്താവിന് സ്തുതി. ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയർന്നുയർന്നു പോകണം. അഡ്മിറ്റൻസ്, 1 പ്രയർഫുൾനെസ്, 2 അഡ്മിറ്റൻസ്. അഡ്മിറ്റ് ചെയ്യണം, സമ്മതിക്കണം. കർത്താവേ, എനിക്ക് നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീക്കം വന്നിരിക്കുന്നു, എനിക്ക് പോരായ്മകളുണ്ട് കർത്താവേ. ഈ സ്ഥിതിയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എൻ്റെ കർത്താവേ, ഇതിൻ്റെ 2ാമത്തെ വരവിൽ ഞാൻ സ്വീകരിക്കപ്പെടുകയില്ല. ഇതാണ് എൻ്റെ അവസ്ഥയെങ്കിൽ, ഇപ്പോഴത്തെ സ്ഥിതിയിലാണ് നീ കർത്താവേ നീ വീണ്ടും വരുന്നതെങ്കിൽ, എൻ്റെ നാഥ, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടു പോകും. എനിക്ക് മനസ്സിലായി കർത്താവേ, ഞാൻ അംഗീകരിക്കുന്നു കർത്താവേ, എനിക്കിതിൽ നിന്ന് മാറ്റം വേണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ചെയ്ത ആദ്യത്തെ അടയാളം എന്താണ്? കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി. എപ്പോഴാണ് വീഞ്ഞായത്? എപ്പോഴാണ് യേശു അത്ഭുതം പ്രവർത്തിച്ചത്? എപ്പോഴാണ്? കന്യമറിയാൻ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല എന്ന്. വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ വീഞ്ഞില്ല എന്ന് പറയാനുള്ളതായ അംഗീകാരം, പറയാനുള്ളതായ സമ്മതം, പറയാനുള്ളതായ സ്വയബോധ്യം കന്യമറിയാമനുണ്ടായിരുന്നു. കുറച്ച് വീഞ്ഞുണ്ട്, കുറച്ചുകൂടി പൂർണ്ണമാകാനുണ്ട്, കുറച്ചെല്ലാം ഉണ്ട്, ചില പാത്രങ്ങളിൽ കുറച്ച് വീഞ്ഞിരിപ്പുണ്ട്, പക്ഷെ അത് മതിയാവില്ല. കർത്താവെ, വീഞ്ഞുണ്ട് എങ്കിലും മതിയാവില്ല എന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ കർത്താവ് ഒന്നും പ്രവർത്തിക്കുകയില്ല. എന്താ കന്യമറിയാൻ പറഞ്ഞത്? കർത്താവെ, അവർക്ക് വീഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഇല്ല എന്ന് സമ്മതിക്കുന്നത് വളരെ പ്രയാസമാണ്. അനേകർക്ക് പറ്റുന്ന അപകടം അതാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാന കാര്യം നിങ്ങൾ പഠിച്ചുകൊള്ളൂ. എനിക്ക് ആത്മാവിൻ്റെ കൃപ ലഭിക്കാനുള്ളത് അർഹതയില്ല എന്ന് സമ്മതിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നത്. അതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എനിക്ക് വാസ്തവമായി അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വാസ്തവമായി എൻ്റെ ദൈവമേ, എന്നിൽ പാപമുണ്ട്, ഇന്നിന്ന പാവനിൽ ഉള്ളിടത്തോളം യേശുവിനിൽ വസിപ്പാൻ സാധ്യമല്ല. കർത്താവായ യേശുവിൻ്റെ സ്നേഹം എന്നിൽ നിക്ഷേപിക്കാൻ സാധിക്കാത്ത വിധം എന്നിൽ പാപം നിറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ നിക്ഷേപിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പ് ഭവനമായി എൻ്റെ ഹൃദയം തീരുന്നില്ല. ഈ സ്ഥിതിയിൽ പരിശുദ്ധാത്മാവിനിൽ വസിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവ് വന്നും പോയി ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞാനിന്ന്. യോഗത്തിന് വരും, വചനം കേൾക്കും, അപ്പോൾ തീരുമാനമെടുക്കും, പരിശുദ്ധാത്മാവ് വരുന്നത് പോലെ തോന്നും. എന്നാൽ പിന്നെ ഏതാനും സമയം കഴിയുമ്പോഴേക്കും എൻ്റെ കൃപയും എൻ്റെ ശക്തിയും എല്ലാം ചോർന്നു പോകുന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നില്ല. എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവ് വന്നും പോയി ഇരിക്കുന്നു. നോഹയുടെ പെട്ടകത്തിൽ പ്രാവ് വന്നും പോയി വരുന്നു. പ്രാവ് വന്നും പോയി വരുന്നു. പ്രാവിനെ പറത്തിവിട്ടു, പ്രാവ് പോയി. പക്ഷേ ആ പ്രാവ് തിരിച്ച് പറന്നു വരുന്നു. എന്തുകൊണ്ട്? പ്രാവിനിരിക്കാൻ ഇടം കിട്ടിയില്ല. ഇന്ന് അനേകരുടെ തലമേൽ സ്വർഗീയ പ്രാവിന് പറന്നിരിക്കാൻ ഇടമില്ല. നോഹ പിന്നെയും പ്രാവിനെ പറത്തിവിട്ടു. ഈ പ്രാവശ്യം പ്രാവ് പറന്ന് തിരിച്ചു വന്നു. പ്രാവ് തിരിച്ചു വന്നപ്പോൾ പ്രാവിൻ്റെ ചുണ്ടിൽ ഒരു പച്ച ഒലിവില. പച്ച ഒലിവില എന്താണത്? വൃക്ഷത്തലപ്പുകൾ കാണായി വന്നു. വെള്ളം കുറഞ്ഞു തുടങ്ങി. മരത്തലപ്പുകൾ കാണായി വന്നു. പച്ചിലകൾ കാണായി വന്നു. വെള്ളം കുറഞ്ഞു തുടങ്ങി എന്നുള്ളത് ലക്ഷണമാണ്. വെള്ളം കുറയും എന്നുള്ളതിൻ്റെ സൂചനയാണ്.
നോഹയ്ക്കും ആശ്വാസമായി. വെള്ളം കുറയുന്നു, പ്രളയം തീർന്നു വരുന്നു, ന്യായവിധി മാറി മാറി വരുന്നു. നോഹ പ്രതീക്ഷയോടെ പിന്നെയും പ്രാവിനെ പറത്തിവിട്ടു. ദിവസങ്ങൾക്ക് ശേഷം പ്രാവിനെ പറത്തിവിട്ടപ്പോൾ ഈ പ്രാവശ്യം പിന്നെ ആ പ്രാവ് വന്നില്ല. എന്തുകൊണ്ട്? പ്രാവിനവിടെ ഇരിക്കാൻ ഇടമുണ്ട്, പ്രാവിന് പറന്നിരിക്കാൻ ഇടമുണ്ട്, ഉണങ്ങിയ നിലമുണ്ട്. സ്നേഹിതരെ, ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, സ്വർഗീയ പ്രാവ് പറന്നു വരുന്നു, സ്വർഗീയ പ്രാവ് പറന്നു വന്ന് എൻ്റെ തലമേലിരിക്കാൻ ഇടം തരണമേ കർത്താവേ. എൻ്റെ തലയെ നീ അതിന് യോഗ്യമാക്കി തീർക്കണമേ, എൻ്റെ ശിരസിനെ നീ യോഗ്യമാക്കി തീർക്കണമേ, എൻ്റെ തലച്ചോറിനെ നീ യോഗ്യമാക്കി തീർക്കണമേ, എൻ്റെ ഹൃദയത്തെ നീ യോഗ്യമാക്കി തീർക്കണമേ. പ്രാവിനിരിക്കാൻ ഇടം തരാൻ എനിക്ക് സമ്മതമാണ് കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും പ്രാവിനിരിക്കാൻ ഇടം ഞാൻ തന്നില്ല കർത്താവേ. എന്നിൽ പാപം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ പ്രാവ് അശുദ്ധ സ്ഥലത്ത് ഇരിക്കുകയില്ല. പ്രാവിൻ്റെ ആ പരിശുദ്ധമായ കാലുകൾ അശുദ്ധ സ്ഥലത്ത് തൊടുകയില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി കർത്താവേ, ഇത്രയും നാളും പ്രാവിനിരിക്കാൻ എൻ്റെ തലമേൽ ഇടം ഉണ്ടായിരുന്നില്ല. ഇന്നിതാ ഞാൻ തീരുമാനമെടുക്കുന്നു, യേശുവേ, നിൻ്റെ കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ എന്നെ നീ ഒന്ന് കഴുകണമേ, നീ എൻ്റെ തലമേൽ വന്ന് ആവസിക്കണമേ, സ്വർഗീയ പ്രാവ് എൻ്റെ തലമേൽ വന്ന് ഇരിക്കണമേ, സ്വർഗീയ പ്രാവ് എൻ്റെ തലമേൽ കടന്നു വന്ന് ആവസിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ പ്രിയപ്പെട്ടവരെ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുവീൻ, ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുവീൻ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവോട് പറയുവീൻ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. തീരുമാനമെടുത്തതിൻ്റെ മക്കളുടെ മേലവിടുത്തെ മുദ്ര പതിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സമാധാനം നൽകണമേ. പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന അത്ഭുത കൃപ അനുഭവിച്ചുകൊണ്ട് എഴുന്നേൽപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.